Hi students, welcome to ASF Academy. I am Femin. Today we discussed about business research and features of business research. Research methodology എന്നുള്ള സബ്ജക്റ്റിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് എന്താണ് റിസർച്ച് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ റിസർച്ച് ആൻഡ് ബിസിനസ് റിസർച്ച് ആൻഡ് ഓൾസോ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് റിസർച്ചിൽ നോക്കാം, അതിനുശേഷം ബിസിനസ് റിസർച്ചിലേക്ക് പോകാം. വാട്ട് യു മീൻ ബൈ റിസർച്ച്? റിസർച്ച് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുന്നതാണ് റിസർച്ച് എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ചെറിയൊരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ, ഫോർ എക്സാമ്പിൾ ഒരു വേർഡിന്റെ മീനിങ്, ആ മീനിങ് ആ കുട്ടി ഒരു ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിച്ച് ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിന്റെ മീനിങ് എന്നുള്ള ആ നോളേജ് ആ കുട്ടി അക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ റിസർച്ച്. ആ കുട്ടി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഒരു കോമൺ മാനില് അല്ലെങ്കിൽ സാധാരണക്കാര് നമ്മൾ റിസർച്ച് പറഞ്ഞ എന്താണ് പറയാറ്? എന്തെങ്കിലും ഒരു ന്യൂ ഐഡിയാസ് ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിക്കണതാണ് റിസർച്ച് എന്ന് പറയാറ്. പക്ഷെ റിസർച്ച് എന്ന് പറയുന്നത് അത് മാത്രമല്ല. നമ്മൾ എന്ത് കാര്യം, ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ നോളേജ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും റിസർച്ചിലാണ് വരും. സോ റിസർച്ച് എന്ന് പറഞ്ഞ സിമ്പിൾ മീനിങ് സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ. എന്തെങ്കിലും റിസർച്ച് പറഞ്ഞാൽ തന്നെ അതിന്റെ വേർഡിൽ റീസെർച്ച് ആണ്. സെർച്ച്. അപ്പോൾ വീണ്ടും വീണ്ടും സെർച്ച് ആൻഡ് സെർച്ച് അഗെയിൻ, ദാറ്റ് ഈസ് റിസർച്ച്. സിമ്പിൾ മീനിങ്ങിൽ നമുക്ക് ഓർത്തെക്കാൻ പറ്റും. അതേപോലെ സെർച്ചിങ് ഓഫ് നോളേജ് ആൻഡ് ഫാക്ട്. ഒരു നോളേജ് അല്ലെങ്കിൽ ഫാക്ട് സെർച്ച് ചെയ്യണ അല്ലെങ്കിൽ അക്വയർ ചെയ്യണതാണ് റിസർച്ച് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഇറ്റ് ഹാസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ. ഓക്കെ, സിസ്റ്റമാറ്റിക് മെത്തേഡിൽ നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണതാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആ സിസ്റ്റമാറ്റിക് ആൻഡ് ഓൾസോ വി ക്യാൻ സേ സയന്റിഫിക് മെത്തേഡ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് ആക്ടിവിറ്റി. സിസ്റ്റമാറ്റിക് മെത്തേഡ്, അതായത് നമുക്കൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴിയാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. ഫ്രം ദ ബിഗിനിങ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യണം തൊട്ടിട്ട് അറ്റ് ദ എൻഡ് കൺക്ലൂഷൻ റീച്ച് ചെയ്യുന്ന വരെ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ വഴിയാണ് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എത്രയാണ് എന്താണ് റിസർച്ച് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, റിസർച്ച് ഈസ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ചിങ് ഫോർ വേരിയസ് ഇൻഫോർമേഷൻ അബൌട്ട് സ്പെസിഫിക് ടോപ്പിക്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക് എഫേർട്ട്. ഇനി എന്താണ് മീനിങ് എന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എ കെയർഫുൾ സ്റ്റഡി ടു ഡിസ്കവർ കറക്റ്റ് ഇൻഫോർമേഷൻ ഓർ എ വേ ടു കളക്ട് ഇൻഫോർമേഷൻ ടു ഫെസിലിറ്റേറ്റ് പ്രോബ്ലം സോൾവ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന സ്റ്റഡി, അതിനു വേണ്ടി നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്ന കറക്റ്റ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടി കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, ഇത്രയാണ് എന്താണ്? റിസർച്ച് ആണ്. ഇറ്റ് ഈസ് എ കെയർഫുൾ സ്റ്റഡി ടു ഡിസ്കവർ കറക്റ്റ് ഇൻഫോർമേഷൻ ഓർ എ വേ ടു കളക്ടിങ് ഇൻഫോർമേഷൻ. ഒന്നല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ഇൻഫോർമേഷൻസ് ഡിസ്കവർ ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്ന വേ, ദാറ്റ് ഈസ് എന്താണ്? റിസർച്ച്. ജസ്റ്റ് എ മീനിങ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. റിസർച്ച് എന്നുള്ളതിന് നമുക്ക് രണ്ട് ഡെഫിനിഷൻ ഇവിടെ നോക്കാം. അതിൽ ഫസ്റ്റ് ഡെഫിനിഷൻ പറയും വളരെ സിമ്പിൾ ആയിട്ട് ഡെഫിനിഷൻ, സെക്കൻഡ് ഡെഫിനിഷൻ കുറച്ചും കൂടി വൈഡ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഡെഫിനിഷൻ, അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്, an investigation research is defined as an investigation, a recording and an analysis of evidence for the purpose of gaining knowledge. ഒരു നോളേജ് ഗെയിൻ, വളരെ സിമ്പിൾ ആണ്. ഒരു നോളേജ് ഗെയിൻ ചെയ്യുക എന്നുള്ള ഒരു പർപ്പസ് അല്ല ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഫോർമേഷൻസ് ആണ് ഇവിടെ എവിഡൻസ് എന്ന് പറയുന്നത്. ഒരു നോളേജ് ഗെയിൻ ചെയ്യാന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെ പർപ്പസ് വെച്ചിട്ട് നമുക്ക് അതിന് വേണ്ട ഇൻഫോർമേഷൻസിന് കിട്ടുക, അതിനെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. ആ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡിംഗ്. ദെൻ ആ റെക്കോർഡ് ചെയ്ത ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസിങ്.
analyzing ഈ മൂന്ന് കാര്യം investigating, recording, analysis of evidence for the purposes of gaining knowledge. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഒരു research എന്നുള്ളതിനെ define ചെയ്യുന്നത്. Investigation, a recording and an analysis of evidence for the purpose of gaining knowledge. Okay, വളരെ വളരെ simple ആയിട്ടുള്ള ഒരു definition ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Okay. Okay, അപ്പോൾ നമുക്ക് next definition നോക്കാം. Researchന്റെ according to Clifford Woody, research comprises defining and redefining problems, formulating hypotheses or suggesting solution, collecting, organizing and evaluating data, making deductions and reaching conclusions, and at last carefully testing the conclusions to determine whether they fit in formulating hypothesis. ഇത് കുറച്ച് കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. മറ്റേത് പറഞ്ഞാൽ ഇതിന് മുന്നിലുള്ള ഡെഫിനിഷൻ പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡെഫിനിഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെഫിനിഷനുകളിൽ ഒന്നാണിത്. ഈ ഡെഫിനിഷൻ നിങ്ങൾ എക്സാമിന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ച് റിമൈൻഡ് ചെയ്ത് എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി ഇംപ്രസീവ് ആയിരിക്കും. കാരണം ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് അറ്റ് ദ ടൈം ടു ഫ്രം സ്റ്റാർട്ടിങ് ടൈമിൽ എന്താ പ്രോബ്ലം ഡിഫൈൻ ചെയ്യണ മുതൽ ആ ഒരു കൺക്ലൂഷൻ റീച്ച് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളല്ല, അതിന്റെ ടോട്ടൽ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ റിമൈൻഡ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഡെഫിനിഷൻ ഒന്നുകൂടി നോക്കാം. റിസർച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് റിസർച്ച് ആക്ടിവിറ്റിയിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ്. റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലംസ്. ഓക്കെ, അങ്ങനെ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നെക്സ്റ്റ് ആ പ്രോബ്ലത്തിന് നമ്മളൊരു ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ഹൈപ്പോത്തസിസ് ഫോർമുലേറ്റ് ചെയ്യുക എല്ലാമാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യണത്. നെക്സ്റ്റ് അല്ലെങ്കിൽ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് പ്രോബ്ലം. നെക്സ്റ്റ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഓർ സജസ്റ്റിംഗ് സൊല്യൂഷൻസ്. സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ രണ്ട് ഇതായിട്ട് ടെസ്റ്റ് റിസൾട്ട് ആയിട്ടാണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് കൺക്ലൂഷൻ ഇതിനോട് മാച്ച് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. അപ്പം അതിന് വേണ്ട ഡാറ്റ കളക്ഷൻ ആണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കളക്ടിങ്, ഓർഗനൈസിങ്, ഇവാലുവേറ്റിംഗ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്തു, അത് ഓർഗനൈസ് ചെയ്തു, ദെൻ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്ത ആ ഒരു ഡാറ്റയിൽ നിന്ന്, ദാറ്റ് ഈസ് കളക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഡാറ്റ, ഈ ഡാറ്റയിൽ നിന്ന് മേക്കിംഗ് ഡിഡക്ഷൻസ് ചെയ്ത് എന്ത് ചെയ്യും, റീച്ചിങ് കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അറ്റ് ലാസ്റ്റ്. അങ്ങനെ നമുക്ക് കൺക്ലൂഷൻ കിട്ടി. കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളെ കയ്യിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടല്ലോ, അതിനോട് കൂടിയിട്ട് ഇത് ഫിറ്റ് ആണോ അല്ലയോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റും വെയിറ്റും തമ്മിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റും ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സെറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ്. സെക്കൻഡ് വൺ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യില്ല എന്നുള്ളതാണ് സെക്കൻഡ്. അപ്പൊ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ നമ്മളിപ്പോൾ ഹൈറ്റും വെയിറ്റും ഇൻക്രീസ് ചെയ്യും എന്നുള്ള സെറ്റ് ചെയ്ത് വെച്ചതിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലം ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്തു, മേക്കിംഗ് ഡിഡക്ഷൻ നടത്തി, റീച്ചിങ് കൺക്ലൂഷൻ. അപ്പൊ ഈ കിട്ടിയ കൺക്ലൂഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഏതിൽക്കാണ് സ്യൂട്ട് ആവുന്നത് എന്നുള്ള ലാസ്റ്റ് പറയാം. അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ് കൺക്ലൂഷൻ ടു ഡിറ്റർമൈൻ വെദർ ദേ ഫിറ്റ് ഇൻ ദ ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. കുറച്ച് കാര്യം: ഡിഫൈൻ ആൻഡ് റീഡിഫൈൻ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് ഓർ സജസ്റ്റിംഗ് സൊല്യൂഷൻ, കളക്ടിംഗ്, ഓർഗനൈസിംഗ്, ഇവാലുവേറ്റിംഗ് ഡാറ്റ, മേക്കിംഗ് ഡിഡക്ഷൻ, റീച്ചിങ് കൺക്ലൂഷൻ, അറ്റ് ലാസ്റ്റ് കെയർഫുള്ളി ടെസ്റ്റിംഗ്. ഇങ്ങനെ 6 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബിസിനസ് റിസർച്ച് എന്താ നോക്കി വെക്കാം. ബിസിനസ് റിസർച്ച് പറയുമ്പോൾ നമ്മൾ സെർച്ചിങ് അഗൈൻ സെർച്ചിങ് ഒക്കെ പറഞ്ഞു നമ്മൾ മീനിങ്ങിൽ. അപ്പോൾ എന്ത് ടൈപ്പ് റിസർച്ച്, അഗ്രികൾച്ചർ റിസർച്ച്, മെഡിക്കൽ റിസർച്ച് ആവാം, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് റിസർച്ച്. അതിൽ വരുന്ന ഒന്നാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ബിസിനസ്സിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിങ് ആക്ടിവിറ്റീസിനാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ചിങ് ആക്ടിവിറ്റി അറ്റ് ദ ടൈം ബിഗിനിങ് ഓഫ് ദ ബിസിനസ് ആവാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ് ടൈമിലാവാം, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ബിസിനസിങ് ആക്ടിവിറ്റീസ്, ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടാവാം. ഫോർ എക്സാമ്പിൾ, എന്ത് ടൈപ്പ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം,
ഏത് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒരു റിസർച്ച് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്താണ് ബിഫോർ ദ ബിസിനസ് സ്റ്റാർട്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ അങ്ങനെ റിസർച്ചിങ് ആക്ടിവിറ്റീസിൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ആ ബിസിനസ് റൺ ചെയ്യുന്നതിന്റെ ഇടയിൽ എന്ത് ആക്ടിവിറ്റീസ് ചെയ്താൽ, എന്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്താലാണ് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുക, എന്ത് ടൈപ്പ് അഡ്വർടൈസ്മെന്റ് കൊടുത്താലാണ് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുക. അങ്ങനെ ഒരു എക്സാമ്പിൾ പറയണേ, അങ്ങനെ ഒരു റിസർച്ച് ആക്ടിവിറ്റീസ് ആണ് ഇൻ ബിറ്റ്വീൻ ആണ്, ബിസിനസിന്റെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എനി ടൈപ്പ് ഓഫ് സെർച്ചിങ് ആക്ടിവിറ്റീസ്, searching done, any type of searching done at the time of starting or running any kind of business. ഒരു ബിസിനസ്, എന്ത് ടൈപ്പ് ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിലോ റണ്ണിങ്ങിലോ എന്തെങ്കിലും റിസർച്ചിങ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബിസിനസ് റിസർച്ച്. ഓക്കെ, ഇതാണ് മീനിങ്. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. മെക്ഡൊണാൾഡ് ഓർ ഗേറ്റ്സിന്റെ ഡെഫിനിഷൻ ആണ്, ബിസിനസ് റിസർച്ച് ഈസ് ദ planning, collection and analysis of data relevant to business decision making and communicating of the result of this analysis to management. വളരെ സിമ്പിൾ ആണ്, മേലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മളെ ബിസിനസ് ഡിസിഷൻ മേക്കിന് റിലേറ്റഡ് ആയിട്ടില്ല, നമ്മളെ ബിസിനസിന്റെ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റ നമ്മൾ പ്ലാൻ ചെയ്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുക. ആ ചെയ്ത അനാലിസിസ് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ, ആ കൺക്ലൂഷൻ നമ്മുടെ മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ്, കളക്ഷൻ, വളരെ നോട്ട് ചെയ്യേണ്ട ഏരിയാസ് ആണ് ഈ പറയുന്നത്. ബിസിനസ് റിസർച്ച് ഈസ് എ പ്ലാനിങ്, കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. Okay, analysis of data relevant to the business decision making. ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ് പറയുന്നത്. എന്നിട്ട് ആ കിട്ടിയ ഡിസിഷൻ മേക്കിങ്ങിന് റിലേറ്റഡ് ആയ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് കിട്ടിയ കൺക്ലൂഷൻ ആരോടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേറ്റിംഗ് ഓഫ് ദിസ് റിസൾട്ട് ഓഫ് ദിസ് അനാലിസിസ്. ആ അനാലിസിസ് നടത്തി കിട്ടിയ ആ റിസൾട്ട് ആരോടാ കമ്മ്യൂണിക്കേറ്റ്? മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്ര ഏരിയ ആണ് നമ്മൾ നോക്കണം. ഡാറ്റ അനാലിസിസ്, കിട്ടിയ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട ഡാറ്റ അനാലിസിസ്, ആ റിസൾട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ആരുമായിട്ട്? വിത്ത് ദി മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് അറിയുന്നത് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ബിസിനസ് റിസർച്ച് അല്ലെങ്കിൽ റിസർച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. റിസർച്ച് ആക്ടിവിറ്റി പറഞ്ഞാൽ നമ്മൾ എന്താ? എന്തെങ്കിലും സംതിങ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായി ഡിസ്കവർ ചെയ്യാനെന്ന് പറയുന്നതാണ് പറയുന്നതാണ് റിസർച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് ആണ് റിസർച്ച് ആക്ടിവിറ്റി അറിയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ്. അതിൽ ഒരു പ്രോബ്ലം, നമ്മൾ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, ഒരു പ്രോബ്ലം ഡിഫൈൻ ചെയ്യും. ആ ഡിഫൈൻ ചെയ്ത പ്രോബ്ലത്തിന് വേണ്ട ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കൺക്ലൂഷൻ എത്തും. ആ കൺക്ലൂഷൻ നിന്ന് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് എന്ത് പറഞ്ഞ റിസർച്ച് അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞ. സെക്കൻഡ് പോയിന്റ്, ഒബ്ജക്റ്റീവ് പർപ്പസ്. നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റീവിനാണ്. ബിസിനസ് റിസർച്ച് ഹാസ് എ ക്ലിയർ ഒബ്ജക്റ്റീവ്. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബിസിനസ് റിസർച്ച് നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ ഫെയർ ആൻഡ് സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ കളക്ട് ചെയ്ത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യണമെന്നില്ല, കറക്റ്റ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ, മാർക്കറ്റ് റിസർച്ച് നമ്മൾ നടത്തുന്നത് എന്തിനാ? നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ബിസിനസ് എങ്ങനെ സക്സസ് ആക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ കൂട്ടാം, നമ്മളെ പ്രോഡക്റ്റിന് എങ്ങനെ കുറച്ചും കൂടി അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ കമ്പനിയുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാവാം മാർക്കറ്റ് റിസർച്ച്. നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യം, ട്രെൻഡ് അനാലിസിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ് ഉണ്ടാവും ഒരു ബിസിനസ് റിസർച്ചിന്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി. ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് എന്താ പറയാ, ഇറ്റ് നോട്ട് എ
സിംഗിൾ പ്യുവർ അക്കാഡമിക് ഡിസിപ്ലിൻ. കാരണം ആ ഒരു ബിസിനസ് റിസർച്ച്, ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ വെറും ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ ഒരു എക്കണോമിക്സ് അത് മാത്രമല്ല. ബിസിനസ് എന്ന് പറയാൻ അതിൽ എക്കണോമിക്സ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും, സോഷ്യോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് എംപ്ലോയീസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ബേസിസിലാണ്. നമ്മൾ കുറെ ആക്ടിവിറ്റീസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന സോഷ്യോളജി ബേസിസിലാണ്. നമ്മളുടെ അതിന്റെ കുറെ മെത്തേഡ്സ് യൂസ് ചെയ്യുന്ന മാത്തമെറ്റിക്കൽ ബേസിസിലാണ്. സോ ബിസിനസ് എന്ന് പറയുന്നതിന് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഓക്കെ, അപ്പൊ ബിസിനസിനോട് അല്ലെ മാനേജ്മെന്റ് എന്ത് ഡിസിഷൻസ് എടുക്കുമ്പോഴും ഈ ഡിസിപ്ലിൻ, നമ്പർ ഓഫ് ഡിസിപ്ലിൻസിനും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്യുറേറ്റ്ലി ഡിറ്റർമൈൻഡ്. നമ്മളൊരു ബിസിനസ് നടത്തുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് നേടാൻ വേണ്ടി. പ്രോഫിറ്റ് നേടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ വരുന്ന കോസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യാം. അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ്ങും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് രണ്ടും ആക്യുറേറ്റ് ആയി ചെയ്യാൻ വേണ്ടി ബിസിനസ് റിസർച്ച് സഹായിക്കുന്നത്. സോ ആക്യുറേറ്റ്ലി ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ബിസിനസ് ത്രൂ ദ ബിസിനസ് റിസർച്ച്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ബിസിനസ് റിസർച്ച് നടത്തുമ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പ്രോഫിറ്റ് കൂട്ടാനും നമുക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിൾ ആണ്, ഓരോ റിസർച്ച് ആക്ടിവിറ്റീസും ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, കാരണം നമ്മൾ എന്തെങ്കിലും പുതുതായി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കുക, ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ് വരുന്നത്. അല്ലെങ്കിൽ ഡിസ്കവറിങ് ന്യൂ തിങ്സ്, അല്ലെങ്കിൽ പുതിയൊരു ഫാക്ടേഴ്സ്, അങ്ങനെയൊക്കെ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഡിസ്കവറിങ് ഒക്കെയാണ് റിസർച്ചിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ റിസർച്ച് ആക്ടിവിറ്റിയിൽ ഒരുപാട് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, കവർ ഓൾ ദ റീജിയൻ. നെക്സ്റ്റ് വരുന്നത് ഈ കവർ ഓൾ ദ റീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് റിസർച്ച് എന്താണ്, കവർ ഓൾ ദ റീജിയൻ ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ്. ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യണപ്പോൾ ഈവൻ അതൊരു ലോക്കൽ ലെവലിലാവാം അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലാവാം. അപ്പൊ ഏത് ലെവലിലാണെങ്കിലും ആ റീജിയൻസ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ ബിസിനസ് റിസർച്ച് പറ്റും. ഓക്കെ, ലാസ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ആൻസർ ഫോർ അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ റിസർച്ച് ആക്ടിവിറ്റീസ് സഹായിക്കേണ്ടത്. നമ്മളുടെ ഒരുപാട് ടൈപ്പ് ഓഫ് റിസർച്ച് നമ്മൾ പിന്നീട് പറയാം. അതിൽ പറയാം നോർമലി നമ്മൾ ഒന്നല്ലേ സൊല്യൂഷനിലേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ റിസർച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ചില ടൈമിൽ നമ്മൾ ഫാക്ട് കണ്ടുപിടിക്കാനാവും. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് റിസർച്ച് സഹായിക്കുന്നുണ്ട്. Okay, these are the main important features of business research. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കേണ്ടേ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അവിടെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.